എബൈഡ് ഇൻ ദ വൈൻ, മുന്തിരിയിൽ വസിക്കുക. നമ്മൾ ദൈവമക്കൾ ആത്മീക മനുഷ്യൻ ആത്മീക മർമ്മങ്ങൾ പഠിച്ചെടുക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. അത് പല തട്ടിലാണ് പഠിക്കുന്നത്. ആഴിയെ വിളിക്കുന്നെന്ന് പറയുന്നത് പോലെ സർഫസിൽ കൂടെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഒരർത്ഥം കിട്ടും, പക്ഷെ അതിന് പല ഡിമെൻഷൻസ് ഉണ്ട്. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആഴമേറിയ ഘനമേറിയ സ്വത്തുക്കൾ അതിനകത്തൊന്ന് പൊക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ മുത്തുച്ചിപ്പിയുടെ കാര്യം നമ്മൾ പഠിച്ചത്. നല്ല മുത്തുണ്ടാകുന്ന പേളുകൾ അടിയിൽ, സമുദ്രത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അത് നല്ലവണ്ണം ഡൈവ് ചെയ്യുന്നവർ പോയി എടുത്തിട്ട് അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് മുത്തുകൾ പൊക്കിയെടുക്കും. നല്ല മനോഹരമായ കളർ, വെള്ളയാണ് പലരും കാണുന്നത്, പക്ഷേ ഗോൾഡൻ കളറ്, നീല കളറ്, ചുമന്ന കളറ്, എന്തെല്ലാം കറുപ്പ്, എത്ര കളേഴ്സിലാണ് ഇത് വരുന്നത്. മുത്തിൻ്റെ മനോഹരത്വം അത്. അപ്പോൾ ഈ മുത്തെന്ന് പറയുന്നത് ചുമ്മാതെ ഉണ്ടായതല്ല. മുത്തിന് അതായത് ഈ കക്കയ്ക്ക് അകത്തോട്ട് മണ്ണിൽ കയറുമ്പോൾ അതിനെ മുറിവേൽപ്പിക്കുന്ന സ്ഥലത്ത് വേദന മാറാൻ വേണ്ടി ദ്രാവകം ഉരുക്കി അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഉരുക്കി അത് വട്ടത്തിലാക്കി പല രൂപത്തിൽ, ബേസിക്കലി റൗണ്ട് സർക്കിൾ നമ്മൾ, പക്ഷെ പല ഷേപ്പിലുള്ളത് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അത് മൃദുവായിട്ട് അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല കട്ടിയുള്ള മുത്തുകളായിട്ട് അല്ലെ പേളായിട്ട് അത് പുറത്ത് വരുന്നത്. നമുക്കത് കുഴിക്കാനും നോക്കത്തില്ല, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വേണം അത് കുഴിക്കാൻ. നമ്മളോട് ദൈവം നമ്മൾ ആത്മീക മനുഷ്യരാണ്. ജഡീക മനുഷ്യരുമായിട്ട് നമുക്ക് എന്ത് കാര്യം? പണ്ട് കാലത്ത് ടി വി കണ്ട് സമയം കളഞ്ഞവർ, വേണ്ടാത്ത ബുക്ക് വായിച്ച് സമയം കളഞ്ഞവർ, മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാൻ സമയം കളഞ്ഞവർ, ഇന്ന് അതിന് നമുക്ക് സമയമില്ല. എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ഒറ്റ മക്കൾ ടി വി കണ്ട് സമയം കളയുന്നില്ല. ആരും അഡ്വർടൈസ്മെൻ്റ് പുറകെ പോകുന്നവരല്ല. എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ജോലി ചെയ്തു കഴിഞ്ഞിട്ട് അനേക കുടുംബങ്ങൾക്ക് വെളിച്ചമായിട്ട് നിൽക്കുകയാണ്. വി ഹാവ് സ്മോൾ ഗ്രൂപ്പ്സ്, അതായത് 2-3 പേരൊന്നിച്ച് കൂടി കഴിയുമ്പം ഒരു സമയം, രാവിലെ വെളുപ്പിന് 5 മണിക്കായിരിക്കും, ചിലർ 9 മണിക്ക്, ചിലർ രാത്രി 9-ന്, ഓരോരുത്തരുടെ സമയം കൺവീനിയൻസ് അനുസരിച്ച് 3-4 അതിൽ കൂടുതൽ പേരില്ല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാ? അക്കൗണ്ടബിലിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആത്മാവിൽ വളരുന്നുണ്ടോ, ദൈവത്തിലാണോ, അതോ ജഡത്തിൻ്റെ പുറകെ പോകുന്നു? അതാണ് ബാക്ക് ബോൺ. ഏതൊരു ചർച്ചിൻ്റെയും ബാക്ക് ബോൺ അതിൻ്റെ പ്രയർ സെൻ്ററാണ്. പ്രയർ സെൻ്റർ ഇല്ലേ, അത് വെറുതെ 2ാം ചെയറാണ്. 2ാം ചെയർ, ഞാൻ എൻ്റെ പള്ളി എൻ്റേത് അത് നിലനിൽക്കത്തില്ല. കാരണം വി ആർ സപ്പോസ് ടു സിറ്റ് ഓൺ ദ നമ്പർ 1 ചെയർ. അതുകൊണ്ടാണ് ഞാൻ മുന്തിരി, നിങ്ങൾ വള്ളി. എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ ഒരു കായും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ദൈവം വ്യക്തമായിട്ട് പറയുന്നു. ഇത് ആത്മീയ മനുഷ്യർക്കുള്ള ഭക്ഷണമാണ്. ഇത് നീ വസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. അതുകൊണ്ടാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം ക്രിസ്തുവിൽ കൂടാണ് നമുക്ക് കിട്ടിയത്. പുത്രൻ തന്നെത്താനെ യാഗവസ്തുവാക്കി മാറ്റി. യാഗപീഠവും യാഗവസ്തുവും യേശുവാണ്. പഴയ നിയമത്തിൽ യാഗപീഠം എന്ന് പറയുമ്പം മനുഷ്യൻ കൈകൊണ്ട് ചെത്താത്തതായ സാധാരണ കല്ലുകൾ, അത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ മേൽ എണ്ണ ഒഴിച്ചിട്ട് അവർ ദൈവത്തിന് സമർപ്പിക്കും. പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്. ഹനനയാഗം, ഭോജനയാഗം, പിന്നെ പാപയാഗം, ഇങ്ങനെ പല യാഗങ്ങളുണ്ട്. അതൊക്കെ മുറ പോലെ അവർ ചെയ്തുകൊണ്ടിരുന്നവർ. അതെല്ലാം മാറി ഇപ്പോൾ ഏകയാഗമാണെന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ മരണം ഏറ്റെടുത്തോടെ നമുക്ക് വലിയ വിടുതൽ വന്നിരിക്കുക. അപ്പം നമ്മളോട് ദൈവം പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 8-14-17, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ആണ്. ഭീരുത്വത്തിൻ്റെ അല്ലെങ്കിൽ ദാസ്യത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കരുത്. സത്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഇട്ട് തന്നിരിക്കുക. ഇതുവരെ എനിക്കൊരപ്പനില്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ അപ്പനുണ്ട്. യേശു വന്നപ്പോൾ എനിക്ക് പിതാവാം ദൈവം എൻ്റെ അപ്പനായി. കർത്താവ് പറയുന്നു യോഹന്നാൻ്റെ 14 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ക്രിസ്തുവിൽ നാം ചരിക്കുകയും ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നുവെങ്കിൽ ക്രിസ്തുവിലാണ് എൻ്റെ ഉറവയും എൻ്റെ അവസാനം, ദ ആൽഫ ആൻഡ് ദി ഒമേഗ, ആദ്യം അവസാനം അവനിലാണ് എങ്കിൽ എൻ്റെ കുടുംബം അതിനകത്ത് തന്നെയാണ്. അതെങ്ങനെയും അപ്പച്ചൻ കൊണ്ടുവരും. കാരണം ഒരാൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 16-31-32. അപ്പോൾ ഇതെല്ലാം വചനങ്ങളുണ്ട്. പക്ഷെ വചനം നിൻ്റെ അവനാഴിയിൽ നിറച്ചിട്ടില്ല എങ്കിൽ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അന്നേരം നമ്മൾ പലരെ വിളിക്കും, പലരും റോങ് അഡ്വൈസ് ചിലപ്പം തരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് തന്നെ വായിക്കാൻ വേദപുസ്തകമുണ്ട്, പക്ഷെ അത് പഠിച്ചിട്ടില്ലല്ലോ.
അപ്പം എബൈഡ് ചെയ്യാൻ ദൈവം പറയും. യോഹന്നാൻ്റെ സുവിശേഷം 15:4 എന്നിൽ വസിക്കുവിൻ. ഈ എബൈഡ് എന്ന്, അല്ലെങ്കിൽ വസിക്കുക എന്ന് പറയുമ്പം ചുമ്മാ ഇങ്ങനെ വിസിറ്റേഷൻ അല്ല. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തു വന്ന് യേശുവിനെ മുൻവശത്തെ മുറിയിലിരുത്തി, അല്ലെങ്കിൽ കസേര ഇരുത്തി 1 മണിക്കൂർ കൂടി വന്ന്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരുന്ന് വെച്ചാൽ അദ്ദേഹം ഇറങ്ങിപ്പോയി. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. സർവ്വസമയം എൻ്റെ കൂടെ ഉണ്ടാകും. യേശുവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ അനുവദിക്കല്ല. അതുകൊണ്ടാണ് വെളിപ്പാടിനകത്ത് പറയുന്നത് ദാവീദിൻ്റെ 3:7 ദാവീദിൻ്റെ താക്കോലുണ്ട് സത്യവാനും നീതിവാനുമായ ദൈവം പറയും, കർത്താവേ ഞാനൊരു വാതിൽ തുറന്നാൽ, ദൈവം തുറക്കാത്ത ഒരു വാതിൽ നമുക്ക് വേണ്ട 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 വേണ്ട. കർത്താവിനോട് പറയാം നമുക്ക്, ദൈവം ഏറ്റെടുക്കട്ടെ. 3:7-8 ഫിലദെൽഫിയയിലെ സഭയ്ക്ക് ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതിനുണ്ട് ചെയ്യുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. കണ്ട, ഒരു വരം തരികയാണ് അപ്പച്ചൻ നമുക്ക് വേണ്ടി. ദൈവം ഒരു പുതിയ വാതിലെന്ന് തോന്നും. ഇത്രയും വചനം എടുത്തില്ലേ, ദൈവം എങ്ങനെ അടങ്ങിയിരിക്കും അവിടെ. എന്നിട്ട് കർത്താവ് പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചതില്ല. അതുകൊണ്ട് ദൈവത്തിന് നമ്മളിൽ പ്രീതി ഉണ്ടാകുകയാണ്. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കിരീടം മറ്റുള്ളവർ എടുക്കാതെ വണ്ണം നീ അതിനെ നോക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലദെൽഫിയയിലെ ചർച്ചിന് എഴുതിയിരിക്കുകയാണ്, നമുക്കുള്ളതാണിപ്പം. അപ്പോൾ ഈ എബൈഡിങ്ങിലേക്ക് വരിക, വസിക്കുക. എബൈഡ് മീൻസ് റെസ്റ്റ്, റിമെയിൻ, ഈൽഡ്, ട്രസ്റ്റ്, സെക്യൂരിറ്റി, ലാക്ക് ഓഫ് സ്ട്രെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഐഡൻറ്റിറ്റി ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. അതൊക്കെയാണ് ഒരു വിശ്രാമമാണ്. അവനിൽ നമ്മൾ വസിക്കുകയാണ്, അവനെ അനുസരിക്കുകയാണ്, അവനെ ആശ്രയിക്കുകയാണ്, അവനിൽ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അവിടെ നമുക്കൊരു സ്ട്രെസ്സോ ഒരു പ്രശ്നമോ ഒരു ആവലാതിയോ വേവലാതിയോ ഒന്നുമില്ല. അവൻ്റെ വിശ്വസ്തത എന്നെ ഫോളോ ചെയ്യാണ്, അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അവൻ്റെ വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വമായി മാറി, അവനിലുള്ള സ്ഥിരത എനിക്കായി. അതാണ് എബൈഡിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് എബൈഡ്, അതായത് എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു ഉപയോഗിച്ചത് മുന്തിരിവള്ളിയുമാണ്. ഈ എബൈഡ് എന്നുള്ള വാക്ക് ഈ 15-ാം അധ്യായം യോഹന്നാൻ്റെ 15 ഏകദേശം 11 പ്രാവശ്യമാണ് യേശു പറയുന്നത്. ജീസസ് വാണ്ടഡ് us to understand to abide in him is to continue in his presence, permanent state in his presence. അതായത് ദൈവത്തിൽ ക്രിസ്തുവിൽ എന്നേക്കും നിൽക്കുക. ഞാൻ ശ്വസിക്കുന്നതും ജീവിക്കുന്നതും നിന്നിലാണ്. അതാണ് കർത്താവിന് ആഗ്രഹം. ചിലപ്പോൾ നമ്മുടെ ഹൃദയം ചിലപ്പോൾ സങ്കടപ്പെടും. അത് സങ്കടപ്പെടാതിരിക്കാനൊക്കത്തില്ല, മനുഷ്യനല്ലേ. പക്ഷേ ഹീ ഓൾസോ പെയിൻസ് വിത്ത് അസ്, സന്തോഷിക്കുന്നു. ഹീ ഓൾസോ ഹീസ് ഹാപ്പി വിത്ത് അസ്. അവനെ കൂടാതെ എങ്ങും പോകുന്നില്ല എന്ന് എൻ്റെ കുടുംബം പറയാൻ തുടങ്ങിയോ, പിന്നെ ഒരു പിശാചിനടിക്കുക. പക്ഷേ അപ്പം അവൻ തന്ത്രം ഉപയോഗിക്കും, പല നുണകൾ കൊണ്ടുവന്ന് നമ്മളെ ചതിക്കാൻ. ആദ്യത്തിന് അവൻ ചതിച്ച പോലെ വി ആർ ടു ബി വിജിലൻറ്റ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അപ്പം നമുക്ക് ദൈവത്തോടൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ഇന്നൊരു ഉടമ്പടി എടുക്കുകയാണ്, ദൈവം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നീ എന്ത് പറഞ്ഞാൽ അപ്പച്ചനാ പറഞ്ഞെന്ന് മനസ്സിലായത് അനുസരിക്കും. സംശയമുണ്ടോ? വീണ്ടും ചോദിക്കാം. ദാവീദ് ചോദിച്ചത് 4 പ്രാവശ്യം ചോദിക്കുന്നു, യുദ്ധത്തിന് പോകണോ? ദൈവത്തിന് പൂർണ്ണ അനുസരണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അനുസരണത്തിനകത്ത് വരണം നമ്മൾ. As believers, we are in the midst of a battle against the world, the flesh, the devil. You need to take time out to drink the water of life. That is Jesus. It's needed to be winning. അതായത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കും, പല പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്നറിയാം, ഈ ക്രിസ്തുവിൽ നമ്മൾ അബൈഡ് ചെയ്യണം, ഒന്നിച്ച് നിൽക്കണം. ലെറ്റ് us not be so busy fighting the enemy. നീ പിശാചിനെ അടിക്കുന്നതിന് പകരമായിട്ട് ക്രിസ്തുവിൽ അങ്ങ് ഉറച്ച് നിൽക്കണം. പിതാവിന് ഈ പിശാചുണ്ട്, അവൻ ശത്രുവാണ്, അവൻ്റെ ആർപ്പോഴ്സ് ഒക്കെ ആണേലും ഉറച്ച് ക്രിസ്തുവിൽ നിൽക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. സ്പെൻഡ് ടൈം വിത്ത് ഹിം. സമയമെടുക്കണം. സമയമെടുക്കാതെ ഒരിക്കലും നടക്കത്തില്ല. അപ്പോഴേ ഈ നമ്മൾ ഈ മുന്തിരി തോട്ടത്തിൽ കൂടെ കയറുകയാണെങ്കിൽ മുന്തിരി ഇങ്ങനെ മുന്തിരിക്കായ് ഇങ്ങനെ ഫലം നിറഞ്ഞിങ്ങനെ കിടക്കുന്നതാണ്. അവരൊരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല, കരയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ബിക്കോസ് അത് അകത്തുനിന്ന് വന്ന സത്യം നിന്നുണ്ടായ മുന്തിരി ഫലമാണ്. അത് പുറമേയുള്ള സ്ട്രെസ്സിന് കാണിച്ചിട്ട് അത് അയ്യോ പൊത്തോ പറഞ്ഞ് കരയല്ല. അതിന് നല്ല പരിചരണം കൊടുത്താൽ നിറച്ച് മുന്തിരിക്കായ ഉണ്ടാകും, മുന്തിരിയുടെ ഫലം തരും. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം.
നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അബൈഡ് ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്ഫുൾനെസ്, പ്രൂണിങ്, ടോട്ടൽ ഡിപ്പെൻഡൻസ്, പ്രയർ, ജോയ്, ഐഡൻറ്റിറ്റി. അതായത് ക്രിസ്തുവിൽ ജീവിക്കും, നമ്മൾ ഫലമുള്ളവരായി മാറുന്നു. ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു. നമ്മൾക്ക് ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ളവരായി മാറുന്നു. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറുന്നു. ദൈവസന്തോഷം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. അവൻ്റെ വ്യക്തിത്വം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. കൂടുതൽ എന്ത് വേണം? നമുക്ക് പ്രാർത്ഥിക്കാം. അബൈഡ് ഇൻ മീ. ആരിലാണ് അബൈഡ് ചെയ്യാൻ? വേറൊരു വ്യക്തിയിൽ അബൈഡ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പിശാച് സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരും. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവൻ നന്മതിന്മയുടെ ഫലം കഴിച്ചാൽ ഉടനെ നിനക്ക് തന്നെത്താനെ ജീവിക്കുക. അതൊരു ലയബിലിറ്റിയായി മാറിയിരിക്കുക. പലപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവ്. നമുക്കൊരു ഉപദേശം കൊടുക്കാനത് എവിടെയാണ് നമ്മൾ മക്കൾക്ക് ഉപദേശം കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. പണം അല്പം ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും അത് പ്രയോജനപ്പെടുന്ന അറിയത്തില്ല. അത് ആർക്ക് കൊടുത്താലും പ്രയോജനം ഒന്നും അറിയത്തില്ല. ഒക്കത്തിനും നമുക്കത് ഒരു രോഗം വന്നാൽ ഏത് ഡോക്ടറിനെ കാണണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാത്തിലും നമ്മൾ ആകെക്കൂടെ കൺഫ്യൂഷനാണ്. ഇതിനകത്ത് കർത്താവ്, ഈ കലക്ക വെള്ളത്തിനകത്ത് നീയാകുന്ന മുന്തിരിയിലാണ് ഞങ്ങൾ നിൽക്കുന്ന ഉറപ്പ് വരുത്തിയാൽ വേണ്ടാത്ത ബ്രാഞ്ചുകളെല്ലാം വെട്ടിമാറ്റി ഒക്കത്തുള്ളൂ. ഇന്ന് വെട്ടിമാറ്റണേ. നിനക്ക് ഹിതമില്ലാത്ത എല്ലാം ചെത്തി വെടിപ്പാക്കണം, എന്നാലല്ലേ ഫലം കായ്ക്കും. മുന്തിരിയാവുന്ന നിന്നിൽ നിൽക്കുമ്പോൾ വേണ്ടാത്തത് അപ്പച്ചൻ വെട്ടിമാറ്റും. പിതാവ് തൊട്ടക്കാരെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു ദുഷ്ടൻ കയറാനൊക്കത്തില്ല. കർത്താവേ, നീ വേലി കെട്ടിയതാണ്, വേലി കെട്ടിയത് തന്നെ. ഇതിനകത്ത് കുറുനരികൾ കയറാനൊക്കത്തില്ല കർത്താവേ. നിൻ്റെ തോട്ടം നോക്കാൻ നിനക്കറിയാം. ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കും, ഞങ്ങളുടെ മക്കളെ നിന്നെ ഏൽപ്പിക്കും, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കും. നിറച്ചു ഫലമുണ്ടാകും. ഈ വർഷത്തിൻ്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഫലം അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഞങ്ങളെ ആക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.